നമുക്കറിയാം വില കുറവാണ്, ഗ്യാസ് പോലെ പൊട്ടിത്തെറിക്കില്ല, അല്ലെങ്കിൽ തീർന്നു പോകുന്നു പേടിക്കേണ്ട, ആവശ്യത്തിന് ഉപയോഗിക്കാം, ടെൻഷനൊന്നുമില്ല, അത് പൊട്ടിത്തെറിക്കുന്നോ അല്ലെങ്കിൽ കൈ കൊള്ളുന്നോ ടെൻഷനൊന്നുമില്ല. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 10 വണ്ടി എടുക്കുകയാണെങ്കിൽ അതിൽ ഒരെണ്ണം ഇപ്പോൾ ഇലക്ട്രിക് ആയിരിക്കും. അപ്പോൾ അത് വാങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്താ എന്ത് ചെയ്യണം? ചാർജ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും നമുക്ക് പുറത്ത് ചാർജ് സ്റ്റേഷനിൽ പോയി ചാർജ് ചെയ്യാനും പറ്റില്ല. നമുക്ക് രാത്രി കാലങ്ങളിലേക്ക് വീട്ടിൽ തന്നെ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചാർജ് ചെയ്യുമ്പോൾ എന്തായാലും അതിനും കറണ്ടില്ല. അപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ ഒരു ദിവസം ജോലിക്ക് പോകുന്ന ആൾ, ബൈക്കിങ്ങിലുള്ള ഒരാൾക്ക് മാസം 2000 രൂപയ്ക്ക് 3000 രൂപയ്ക്ക് പെട്രോൾ അടിക്കണം മാസം. ബൈക്കിങ്ങിലുള്ള ഒരാൾക്ക് സ്ഥിരമായിട്ട് കാർ ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെയല്ല, 5000 6000 10,000 ഒക്കെ ആവും പെട്രോൾ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു തുക നമുക്ക് മാറ്റി വെക്കേണ്ടി വരും. കറണ്ട് ബില്ലായിട്ട് ചിലപ്പോൾ ഇതുപോലെ 4000 5000 രൂപ മാറ്റി വെക്കണം. പിന്നെ ഗ്യാസിൽ നമ്മൾ 1000 രൂപ മാറ്റി വെക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഒരു 10,000 രൂപയിൽ കൂടുതൽ ഒരു മാസം ഈ 3 കാര്യങ്ങൾ, പാചകവാതകത്തിനും പെട്രോളിനും കറണ്ടിനും എല്ലാം കൂടി നമ്മൾ ഒരു കുടുംബത്തിൽ നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. അതും വേറെ കൊള്ളാനുള്ള സെക്യൂരിറ്റി ഒന്നും വേണ്ട. നമ്മുടെ പ്രമാണം സ്വർണ്ണോ അങ്ങനത്തെ ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ തന്നെ ഒരു പ്ലാന്റ്, നമ്മുടെ വീട്ടിലൊക്കെ പ്ലാന്റിന്റെ സെക്യൂരിറ്റിയിൽ വെറും 6% പലിശയ്ക്ക് 10 വർഷം വരെ തിരിച്ചുള്ള കാലാവധിയുണ്ട്. 10 വർഷം നമ്മൾ അടച്ചു തീർത്താൽ മതി. അപ്പം 10 വർഷം 3 കിലോവാട്ട് പ്ലാന്റിന്റെ മൊത്തം വില 10 വർഷം കണക്കാക്കുമ്പോൾ ഏകദേശം 2000 രൂപ 3000 രൂപ മാക്സിമം ഒരു മാസം അളവ് വരും. അതായത് നമ്മൾ കറണ്ട് ബില്ല് അടയ്ക്കുന്ന പൈസ പോലും വരില്ല, ഇതിന്റെ EMI അടയ്ക്കണം.